നമസ്കാരം, എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. കുംഭം രാശിക്കാരെ, സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് ഒരു സാധാരണ മാസം ആയിരിക്കില്ല. മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചില കാര്യങ്ങൾ കാത്തിരിപ്പും ചെറിയ ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകാം. എന്നാൽ സെപ്റ്റംബർ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ മാറിത്തുടങ്ങും. പ്രത്യേകിച്ച് ജോലി, സാമ്പത്തിക നേട്ടം, ബന്ധങ്ങൾ, കുടുംബ സൗഖ്യം, വിദ്യാർത്ഥികളുടെ പഠനം ഇവയിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതിലും പ്രധാനമായി ബുധൻ 8-ാം ഭാവത്തിൽ നൽകുന്ന വിപരീത രാജയോഗത്തിന്റെ ഫലങ്ങളും ശുക്രന്റെ അനുകൂല സ്ഥിതിയും ചില കുംഭം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. സെപ്റ്റംബർ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി കേൾക്കണേ. കുംഭം രാശിക്കാർക്ക് സെപ്റ്റംബർ മാസം 2 ഘട്ടങ്ങളായി കാണുന്നതാണ് നല്ലത്. ആദ്യ പകുതി ചില കാര്യങ്ങൾ ക്ഷമ ആവശ്യമായി വരും. നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഉടൻ നടക്കാത്ത സാഹചര്യം ഉണ്ടായേക്കാം. ചില തീരുമാനങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടി വരാം. പണം, ജോലി, വ്യക്തിബന്ധങ്ങൾ എന്നിവയിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാതെ ആലോചിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. എന്നാൽ രണ്ടാം പകുതി എത്തുന്നതോടെ ഗ്രഹനിലയിൽ നിന്നും ലഭിക്കുന്ന അനുകൂലതകൾ കൂടുതൽ വ്യക്തമായി അനുഭവപ്പെടാൻ തുടങ്ങും. പ്രത്യേകിച്ച് ബുധൻ, ഗുരു, ശുക്രൻ എന്നിവയുടെ സ്വാധീനം പല മേഖലകളിലും മാറ്റങ്ങൾ കൊണ്ടുവരാം. അതുകൊണ്ട് ആദ്യ പകുതിയിലെ ചെറിയ തടസ്സങ്ങൾ കണ്ടിട്ട് നിരാശ വേണ്ട. ഈ മാസത്തിന്റെ യഥാർത്ഥ പോസിറ്റീവ് മാറ്റങ്ങൾ രണ്ടാം പകുതിയിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി കുംഭം രാശിക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഗുരുവിന്റെ സ്ഥാനം തന്നെയാണ്. ഗുരു കുംഭം രാശിക്ക് 6-ാം ഭാവത്തിൽ വരുന്നു. 6-ാം ഭാവം മത്സരം, ജോലി, കടബാധ്യത, രോഗങ്ങൾ, ശത്രുക്കൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ ഗുരുവിന്റെ സ്വാധീനം ഇവിടെ വരുമ്പോൾ ഒരു പ്രധാന കാര്യം സംഭവിക്കാം. പ്രശ്നങ്ങളിൽ നിന്നും പതുക്കെ പുറത്തുവരാനുള്ള അവസരം ലഭിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളെ എതിർത്തിരുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ ശക്തി കുറയാം. മത്സര പരീക്ഷകൾ, ജോലി സംബന്ധമായ മത്സരം, സ്ഥാനക്കയറ്റത്തിനുള്ള മത്സരം ഇത്തരം കാര്യങ്ങളിൽ കഠിനമായി പരിശ്രമിക്കുന്നവർക്ക് മുന്നേറാനുള്ള അവസരം ലഭിക്കും. നേരത്തെ ഉണ്ടായിരുന്ന കടബാധ്യതകൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്കും ഈ കാലഘട്ടം സഹായകരമാകാം. എന്നാൽ ഗുരു 6-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അലസത ഒഴിവാക്കി പരിശ്രമം തുടരുക എന്നതാണ് പ്രധാന സന്ദേശം. ഭാഗ്യം മാത്രം കാത്തിരിക്കാതെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണം ലഭിക്കും. ബുധൻ 8-ാം ഭാവത്തിൽ വരുന്നതിന്റെ ഫലമായി വിപരീത രാജയോഗ സ്വഭാവമുള്ള അനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമായി കരുതിയ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ പിന്നീട് നേട്ടമുണ്ടാകാം. തടസ്സമായി തോന്നിയ ഒരു സാഹചര്യം പിന്നീട് നിങ്ങൾക്ക് അനുകൂലമായി മാറാം. നേരത്തെ കിട്ടാതെ പോയ ഒരു അവസരം വീണ്ടും വരാം. ജോലി മാറാൻ ശ്രമിക്കുന്നവർക്ക് പുതിയ സാധ്യതകൾ ലഭിക്കാം. സാമ്പത്തികമായി അപ്രതീക്ഷിതമായി ലഭിക്കേണ്ട തുക, കുടിശ്ശിക, പഴയ ഇടപാടുകൾ എന്നിവയിൽ ചിലർക്കെങ്കിലും അനുകൂല വാർത്തകൾ ലഭിക്കാം. ബുധൻ ബുദ്ധിയുടെയും പഠനത്തിന്റെയും ആശയവിനിമയത്തിന്റെയും ഗ്രഹമായതിനാൽ കൃത്യമായ ആലോചനയോടെ പ്രവർത്തിക്കുന്നവർക്ക് ഈ സ്ഥാനം കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പ്രശ്നം വന്നാൽ പേടിക്കാതെ അതിനുള്ള പരിഹാരം കണ്ടെത്തുക. കാരണം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത തന്നെ പ്രതിസന്ധിയിൽ നിന്നും അവസരം കണ്ടെത്താനുള്ള സാധ്യതയാണ്. കുംഭം രാശിയിലെ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ മാസം ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ബുധന്റെ സ്വാധീനം പഠനം, ഓർമ്മശക്തി, വിശകലനശേഷി, ആശയവിനിമയം എന്നിവയിൽ ഗുണപരമായ മാറ്റങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് സെപ്റ്റംബർ രണ്ടാം പകുതി വളരെ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്താം. ഇനി കുംഭം രാശിക്കാർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു സ്ഥാനം ശുക്രൻ 9-ാം ഭാവത്തിൽ. 9-ാം ഭാവം ഭാഗ്യം, ദൈവാനുഗ്രഹം, യാത്ര, ഉയർന്ന പഠനം, ഗുരുക്കന്മാർ, ജീവിതത്തിൽ ലഭിക്കുന്ന പിന്തുണ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ശുക്രന്റെ അനുകൂല സ്വാധീനം ചില കുംഭം രാശിക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. ദൂരയാത്രകൾ, പഠനവുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ, പുതിയ ആളുകളുമായി ബന്ധപ്പെടൽ, പുതിയ സാധ്യതകൾ ഇവയിൽ ചിലർക്ക് നേട്ടമുണ്ടാക്കാം. ഇനി ബന്ധങ്ങളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ശുക്രൻ അനുകൂലമായതിനാൽ പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും കൂടുതൽ സ്നേഹവും അടുപ്പവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് കുടുംബതലത്തിൽ പുതിയ ആലോചനകൾ വരാനും സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സെപ്റ്റംബർ മാസം പൊതുവെ സമാധാനം നിലനിർത്താൻ ശ്രമിക്കേണ്ട സമയമാണ്. വീട്ടിലെ മുതിർന്നവരുടെ പിന്തുണ ചില കാര്യങ്ങളിൽ ലഭിച്ചേക്കാം. കുടുംബത്തിൽ നേരത്തെ നീണ്ടുപോയിരുന്ന ഒരു വിഷയം സംസാരിച്ച് പരിഹരിക്കാനുള്ള അവസരം ഉണ്ടാകാം. സാമ്പത്തിക കാര്യങ്ങളിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ അന്വേഷിക്കുന്നവർക്ക് പുതിയ സാധ്യതകൾ ലഭിക്കാം. പക്ഷേ 8-ാം ഭാവത്തിലെ ബുധന്റെ സ്വാധീനം ഉള്ളതിനാൽ
പെട്ടെന്ന് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാതെ രേഖകളും കരാറുകളും ഇടപാടുകളും ശ്രദ്ധിച്ച് പരിശോധിക്കുക. പണം വരുന്നത് പോലെ തന്നെ അത് ശരിയായി കൈകാര്യം ചെയ്യുന്നതും പ്രധാനമാണ്. സെപ്റ്റംബർ രണ്ടാം പകുതി. ഇവിടെയാണ് പല കുംഭം രാശിക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറിത്തുടങ്ങാനുള്ള സാധ്യത. ജോലിയിൽ പുതിയ അവസരം, സാമ്പത്തികമായി പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യത്തിൽ പുരോഗതി, പഠനത്തിൽ ശ്രദ്ധയും വിജയവും നേടാനുള്ള സാധ്യതയും. പ്രണയത്തിലും ദാമ്പത്യത്തിലും കൂടുതൽ അടുപ്പം, കുടുംബത്തിൽ സന്തോഷകരമായ വാർത്ത, യാത്രകൾ അല്ലെങ്കിൽ പുതിയ അനുഭവങ്ങൾ, മുമ്പ് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ വീണ്ടും മുന്നോട്ടു പോകാനുള്ള അവസരം. ഇവയാണ് രണ്ടാം പകുതിയിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മേഖലകൾ. അതുകൊണ്ട് ആദ്യ പകുതിയിൽ കാര്യങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നടന്നില്ലെങ്കിൽ പോലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. സെപ്റ്റംബർ അവസാന ആഴ്ചയിലേക്ക് പോകുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. ഏറ്റവും പ്രധാനമായി, ഒരു അവസരം കിട്ടിയാൽ അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക. ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ അവസരങ്ങൾ പോലും പിന്നീട് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാം. അപ്പോൾ കുംഭം രാശിക്കാരെ, സെപ്റ്റംബർ മാസം ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയിൽ കൂടുതൽ അനുകൂലതകൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. ഗുരുവിൻ്റെ സ്വാധീനം ജോലി, മത്സര മേഖലയിൽ സഹായകരമാകാം. ബുധൻ്റെ സ്വാധീനം പ്രതിസന്ധികളിൽ നിന്ന് നേട്ടം കണ്ടെത്താനുള്ള അവസരങ്ങൾ നൽകാം. ശുക്രൻ്റെ അനുകൂലത ഭാഗ്യത്തിലും ബന്ധങ്ങളിലും സന്തോഷം നൽകാം. ഇത് പൊതുവായ ഫലങ്ങളാണ്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.